എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 19 പ്രസിദ്ധീകരിക്കും. കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 അപേക്ഷ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന സമയം. ജൂൺ മാസം 17 ഇന്നാണ്, 5 മണി വരെയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ മാസം 19 പ്രസിദ്ധീകരിക്കും. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചാൽ അത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും സെൽഫ് ഫിനാൻസ് ആയാലും എയ്ഡ് ആയാലും നിങ്ങൾ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്ന മാൻഡറ്ററി ഫീ നൽകണം. മാൻഡറ്ററി ഫീ നൽകിയ ശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ മാസം 25-നാണ്. ജൂൺ മാസം 25-നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കുക. ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാൽ ജൂൺ മാസം 25-ന് വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടയ്ക്കണം. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. ശേഷമാണ് കോളേജിൽ പോയി ഹാജരാകേണ്ടത് അഡ്മിഷനായിട്ട്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും മാൻഡറ്ററി ഫീ അടയ്ക്കുന്ന വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി ഫീ അടയ്ക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാം അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ട്. അപ്പോൾ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കുമെന്ന് വിദ്യാർത്ഥി ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം 19-ാം തീയതി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നിർബന്ധമായും ക്യാൻസൽ ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ പ്രവേശനം പുതിയ കോളേജിലേക്ക് മാറേണ്ടി വരും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നിങ്ങളിലെത്തിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.